വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഗൈസ്. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. നേരത്തെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഉണ്ട് മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ എൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. കാരണം അധികം ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിംഗർ പ്രിൻ്റ് ഇട്ടിട്ടുണ്ട്. അധികം സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിക്കോട്ടെ, കുറച്ച് ആപ്ഷൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റത്തെ ഇൻട്രോ ചെറുതായിട്ടൊന്ന് പോയത്. ഇൻട്രോ ഇല്ല, ഫസ്റ്റ് ഉണ്ടാവണം. എല്ലാവർക്കും നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഇപ്പം എൻ്റെ എല്ലാ സ്റ്റോണിൻ്റെ സാധനമാണ്. എനിക്ക് കിടക്കുന്ന ഡ്രസ്സോ മറ്റേ അടുത്തിട്ട് സോംബീസിൻ്റെ കിങ് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാളെ അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് അതേ ഉപയോഗിച്ച് എല്ലാം പോയി. പിന്നെ പുതിയതൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി. നൈറ്റ് സ്കിപ്പ് വേണ്ടി ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫർണസ് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മൈനിങ് കുറച്ചുകൂടി ചെയ്തിട്ടുണ്ട്. കണ്ട അപ്പട്ടം വരത്തിയിട്ടുണ്ട്. അത് ചെയ്യാനുണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാം. ഞാൻ ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും പറയാം, സമയത്തവിടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ലാമ്പൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ലാമ്പല്ല, ടോർച്ച്, അത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എനിക്ക് മൈനിങ് ചെയ്ത് പോയപ്പോൾ ഒരു സ്പെഷ്യൽ തരം ഡർട്ട് കിട്ടി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. നമുക്ക് കുറേ കാലം ചെയ്യാനുണ്ട്. ഇങ്ങേരിവിടെ എത്തിയാൽ ഇത് വേറെ ട്രേഡറാണ്. ഞാൻ ആ ട്രേഡറിനെ കൊന്നതാ. വേറെ ട്രേഡർ ഇവിടെ എത്തിയ. ഈ ട്രേഡേഴ്സിന് വേറെ പണിയില്ലേ? ഈയിടെ അല്ല പിന്നെ പിക്കാസോ കൊല്ലണ്ടി വരും. അറിയാം, ഞാൻ എവിടെ ഫ്രിഡ്ജിനുണ്ടെങ്കിൽ ഇപ്പോൾ കൊല്ലും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഫ്രിഡ്ജിന്. ഞാൻ കൊല്ലണം, എനിക്ക് ഫുഡ് വേണം. മീറ്റ് കിട്ടി എൻ്റെ. എന്താ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ പോയിട്ട് കുക്ക് ചെയ്ത് കഴിക്കട്ടെ. ഫർണസിൽ വെച്ച് കുക്ക് ചെയ്യണമെങ്കിൽ കോള് വേണം കേട്ടോ. അതായത് ഷീപ്പ്, ബ്ലാക്ക് ഷീപ്പ്. എൻ്റെ മോനെ, ബ്ലാക്ക് ഷീപ്പ് ഞാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കടിച്ചു കൊല്ലിട്ടുണ്ട്. വൂള് കിട്ടി, ബ്ലാക്ക് വൂള്. എൻ്റെ മോനെ പൊളി. നമുക്ക് കുറച്ചുകൂടി സംഭവമൊക്കെ ചെയ്യാനുണ്ട്. ഇനി ഷീപ്പിനെ കണ്ട് നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പം എന്തായാലും എടുക്കാൻ പോവാം. ഒരു മിനിറ്റ്, ഫസ്റ്റ് ഞാൻ വീട്ടിനുള്ളിലേക്ക് ഒന്ന് കയറട്ടെ. ഞാൻ ഫർണസ് വെച്ച് കുക്ക് ചെയ്ത് കഴിക്കേണ്ടി വരും. കുക്കിട് ചോപ്പ് ഇട്ടിരിക്കണ്ടല്ലോ. എനിക്ക് കിട്ടി, അടുത്ത് കഴിക്കാം. അതെ, കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കിഡ് പോർക്ക് ചോപ്പ് കഴിക്കട്ടെ. തൊപ്പം തന്നെ തിന്നീർത്തുണ്ട്. ഇനി റോ മട്ടൻ കുക്കിഡ് ആക്കട്ടെ. കോള് കോലൊക്കെ വേണം. കോളുണ്ട് 7 എണ്ണം. അത്ര മതി, 7 കോളൊക്കെ മതി. 7 ഒന്നും വേണ്ട. ഇവിടെ ഫ്യൂവലിരിക്കണ്ടല്ലോ. പിന്നെ ഇവിടെ വയ്ക്കേ. ഞാനിവിടെ വന്നേക്ക്. കുക്കിഡ് മട്ടൻ റെഡി ആവുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ റോ പോർക്ക് ചോപ്പ് റെഡി ആയിണ്ടാവും. റെഡി. ഇനി നമുക്ക് കുക്കിഡ് റോ മട്ടൻ, അത് കുക്കിഡ് മട്ടൻ ആക്കട്ടെ. കുക്കിഡ് മട്ടനും കിട്ടി. നമുക്ക് ഇതിവിടെ വയ്ക്കാം. ഇനി റോ പോർക്ക് ചോപ്പ് അതിവിടെ വയ്ക്കാം. ഫർണസ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 7 എണ്ണം എടുത്ത് വെച്ചാൽ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോളും കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. നമ്മുടെ ചെസ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വയ്ക്കണം. എന്താ, നമുക്കൊക്കെ ഇപ്പോൾ വുഡൻ്റെ സാധനമാണ്. പക്ഷെ കോബിൾ സ്റ്റോൺ കുറേ ഉണ്ട് കേട്ടോ. ആ കാര്യം നമ്മുടെ വീഡിയോ ഉണ്ടാ മൗണ്ടൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പണിയാനൊന്നും വെറുതെ അങ്ങനെ മൈനിങ് ഇതുപോലെ പോയാൽ മതി. ഇവിടെ ഞാൻ ഒരു ചെറിയൊരു ബെഡ്റൂം വരെ വെച്ചിട്ടുണ്ട്. അവിടെ ലൈറ്റില്ല, അവിടെ മോബ്സ് സ്പോണാവും ചിലപ്പോൾ. അങ്ങനെ പെട്ടെന്ന് ലൈറ്റ് വെക്കട്ടെ. മോബ്സ് സ്പോണായി തീർന്നു. 9 ലൈറ്റ് ഉള്ളൂ. 22 ലൈറ്റ് ഉണ്ടായിരുന്നു. മൈനിങ് ഏരിയയിൽ കുറേ വെച്ച്. എനിക്ക് ഈ ബെഡ് എടുത്ത് ഇവിടെ വെച്ചാലോ എന്നാണ് എൻ്റെ പ്ലാൻ. ആയിരിക്കും നല്ലത് അല്ലേ?
ഇവിടെ ഫിറ്റ് ആവണില്ലല്ലോ. ഇവിടെ വയ്ക്കാം. എവിടെയെങ്കിലും ഫിറ്റ് ആവടേ. എവിടെയെങ്കിലും ഇവിടെ ഫിറ്റായി. നമുക്കൊന്ന് പോയിട്ട് നമ്മുടെ മൈനിങ് ഏരിയയ്ക്ക് ഒന്ന് പോയിട്ട് വരാം. മൈനിങ് ചെയ്യണ്ടേ. ഞാൻ പോയിട്ട് എടുത്തിട്ടെ. ഞാൻ വെച്ചിരിക്കണം എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് കൃഷി തുടങ്ങാനാണ്. കൃഷി തുടങ്ങുന്ന പിന്നെ ഇത് ഫാമിങ് ചെയ്യണം. കുറേ ആനിമൽസിനെ കൊണ്ട് കൊണ്ടുവരണം. കുറേ പണിയുണ്ട്. അന്നത്തെ വീട് എന്തായാലും ഒരു ഏകദേശം 30 മിനിറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ 15 മിനിറ്റൊക്കെ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഇതേ കുറേ സംഭവങ്ങൾ ഇവിടെ കോളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കോളിൻ്റെ സീനില്ല. നമ്മൾ കുറേ മൈനിങ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയും കുറേ ചെയ്തതാണ്. നമ്മൾ കുറേ ആക്സുകളൊക്കെ പൊട്ടിപ്പോയി മൈൻ ചെയ്ത് നമുക്ക് കോള് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാ കോളും ഇവിടെ തന്നെ എടുക്കാം അല്ലേ. നമ്മളിപ്പം എന്തായാലും എല്ലാം എടുത്തേക്കാം. നമുക്ക് 2 കോള് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി കുറേ കോള് എടുക്കാനുണ്ട്. ലൈറ്റ് എടുത്ത് ഇവിടെ ആക്കിയിട്ട് കുറേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എമറൽഡ് അങ്ങനത്തെ എന്തോ ഷേപ്പിൽ സാധനമില്ല. എമറൽഡിൻ്റെ 4 എണ്ണം കിട്ടി. ഇവിടെ കുറേ ഉണ്ട് കിട്ടുക. ഇവിടെ എന്താ യെസ് 6 എണ്ണം ഇറങ്ങിപ്പോകുന്നു കേട്ടോ. തന്നെ അടുത്തത് കിട്ടി. അടുത്ത കുളം കിട്ടി. അങ്ങനെ കുറേ ചെയ്ത് പോകണം. നമുക്കെന്താ ഒന്നുമില്ല. ഇന്നൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ഇന്നലെ ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം 5 വ്യൂസൊക്കെ കിട്ടി. 3/4 മണിക്കൂറിനുള്ളിൽ 5 വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എത്ര വ്യൂസ് എനിക്ക് അറിയില്ല, നോക്കിയില്ല. ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ 5 വ്യൂസ് കാണിച്ചു. അപ്പം എല്ലാവർക്കും ആ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തെങ്കിൽ താങ്ക്സ്. പിന്നെ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഇവിടെ കുഴിച്ച് വേണം നമുക്ക് പിന്നെയൊക്കെ ഇതൊക്കെ പൊട്ടിയാൽ. നമുക്ക് ഈ ആക്സിൻ്റെയും പണി തീരാറായിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരത് പോസ് ചെയ്തു. ഈ ഒരു ഡെർട്ട് പോലത്തെ സംഭവം, ഡെർട്ടല്ല, ഒരു സ്പെഷ്യൽ തരം ഡെർട്ട്, ഭയങ്കര റെയറസ്റ്റ് ഡെർട്ടാണ്. നമുക്ക് ലാഭവരെത്തണം. അഹാമച്ചൻ ആൾ മൈനിങ് ചെയ്ത് സ്പേസ് വരുത്തി വേറൊരു സ്ഥലത്തെത്തി. സ്പേസ് തോന്നുള്ളൂ. മൂണൊക്കെ ആൾ കണ്ടു, മൂടിക്കൊക്കെ ആൾ പോയി. സ്പേസ് ആയിരിക്കും. അഹാമച്ചൻ നമ്മൾ ഇന്നലത്തെ പോയി വീണ്ടും ചാനലിൻ്റെ കളിച്ച് നോക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറേ മൈനിങ് ചെയ്ത് പോകാനുണ്ട്. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി ഇതായിരിക്കും, മൈനിങ് ചെയ്യണമായിരിക്കും മിക്കവാറും ഫുള്ളി. ഇത് സ്പേസാണ്. പെട്ടെന്ന് സ്പേസ് കണ്ട പോലെ തോന്നി. എനിക്ക് മാത്രം തോന്നിയതായിരിക്കും. നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നി. എന്തത്? എൻ്റെ ആക്സ് പൊട്ടി. ടെസ്റ്റ് വെറുതെ അല്ല, സ്ലോ ആയത്. തിരിച്ച് കയറി പോട്ടെ. ഇവിടെ ഒരു ബ്രേക്ക് ഗെയിം വരുത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ പിടിച്ച് കയറാൻ വേണ്ടി സംഭവം സെറ്റൊക്കെ ഉണ്ട്. എന്താ ഓർഗനിക് ആളെടുത്തിട്ട് പോയിട്ട് ഫുള്ള് പോകാൻ വരുത്തിയിട്ടുണ്ട്. GTA വീഡിയോസാണ്, ഇങ്ങനത്തെ മൈൻക്രാഫ്റ്റ് വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ആ റിപ്ലൈ വായിച്ചിട്ടൊരു ആ ഒരു കമൻറ്റിന് ലൈക്കും റിപ്ലൈ ഒക്കെ തരാൻ ശ്രമിക്കാം. പിന്നെ എന്താ ചെയ്യാ, ഇനി പുതിയ ഇല്ല, പുതിയതില്ല. ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിൻ്റെ പോയിട്ട് എന്താ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയിട്ട് നമുക്ക് പിക്കാക്സിലെ ഉണ്ട്. സ്റ്റോൺ പിക്കാക്സ്, സ്റ്റിക്സ് വേണം, 2 സ്റ്റിക്ക്. അത് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഒന്നും വേണ്ട, വുഡൻ പിക്കാക്സ് എടുക്കാം. നമുക്ക് വേണ്ട, നമുക്ക് വുഡൻ പിക്കാക്സ് മതി. ഇതെന്താ
ബ്ലോക്ക് ഓഫ് കോൾ. നമുക്ക് ബ്ലോക്ക് ഓഫ് കോൾ ഒന്നും വേണ്ട. വുഡൻ പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ ഓക്വുഡ് പ്ലാങ്ക്സ് വേണം. നമ്മുടെ ഓക്വുഡ് പ്ലാങ്ക്സ് ഇല്ല. ബെസ്റ്റ് നമുക്ക് കുറച്ച് സീനായി. നമുക്ക് പോയിട്ട് ഓക്വുഡ് പ്ലാങ്ക് യാത്ര ചെയ്യാം. പോയി കിടന്നുറങ്ങട്ടെ. ഞാൻ വിചാരിച്ച് രാവിലെ തന്നെയാണ്. ഇവിടെ കഴിച്ച് ഇതിപ്പോൾ സീനായല്ലോ. ഇതെടുത്തിട്ടേ ഇവിടെ വയ്ക്കാം. ഇവിടെ വയ്ക്കാം. ഇവിടെ സേഫാണ്. ഇനി നമുക്ക് പോയിട്ട് കുറച്ച് ലോഗുകളൊക്കെ വെട്ടിയിട്ട് വരാം. ഇങ്ങനത്തെ ലോഗാണ് വേണ്ടത്. ഓക്ക് ലോഗ്. ലാക്സ് വേണം, പക്ഷെ നമ്മുടെ ലാക്സ് ഇല്ല. എന്തോ ചെറിയ സംശയം. പോയി നോക്കിയിട്ട് വരാം. നമുക്ക് പോരടിക്കാൻ കമൻറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് ഒക്കെ നോക്കാം. ഇല്ലല്ലോ, ഇതെന്തോ സീനാത്. പോണ്ട് അത് നമുക്ക് ഫാമിങ് ചെയ്യാന്ന് വെച്ചിട്ട്. പിന്നെ സീഡ്സുകളൊക്കെ എടുക്കണം. ഫുള്ളിങ്ങനെ ചെയ്യട്ടെ. നമുക്ക് ലോഗ് കിട്ടിയിട്ടില്ല. 3 എണ്ണം 4 എണ്ണമൊക്കെ കിട്ടും. 4 എണ്ണം 5 എണ്ണം എടുത്ത് വിട്ടിട്ട് 5 എണ്ണം. ഇതെന്താ അവിടെ ഞാൻ തന്നെ അവിടെ കയറ്റി വെച്ചിട്ട് എനിക്ക് വീടിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 5 ഷീപ്പ് പിടിക്കട്ടെ. ഇവിടെ ഏത് ഷീപ്പിനാണോ ഞാൻ പിടിക്കും. 2 ഷീപ്പാണ്. 2 ഷീപ്പ് ഈ പൂളെന്തിനും ഇവിടെ വെച്ചാൽ എടുത്ത് മാറ്റി. ഇല്ല, ഈ കുട്ടനെ കൊല്ലട്ടെ. കുട്ട സോറി, പക്ഷേ വേറെ വഴിയില്ല. എന്നെ കൊല്ലണം. നിങ്ങളവിടെ ഓടണം. ഞാൻ ആ സാധനം അവിടെ അറിയാണ്ട് വെച്ചു വിട്ട് ഞാൻ പഠിക്കും. ഈ സാധനത്തിൽ കിണറ്റിരിക്കുന്നില്ല. ഈ സാധനം എൻ്റെ ഉള്ളിൽ പോയല്ലോ. യെസ്, ഊള് കിട്ടി. ഊളക്കാരനൊക്കെ എടുത്തിട്ട് എന്താ ഊളൊക്കെ എടുത്തിട്ട് ഇവിടെ ഞാൻ ഒരു ഊള വെച്ചിട്ടുണ്ട്. അറിയാതെ വെച്ചു അതിനെ തല്ലുപോലെ നോക്കും. ഇപ്പം എവിടെ സ്ഥലം കയറ്റി പോട്ടെ. ഇതൊക്കെ പോയിട്ട് ജസ്റ്റ് ഉണ്ടാക്കി കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒക്കെ എടുത്ത് ജസ്റ്റ് കയറ്റി വയ്ക്കട്ടെ. കോളം നമ്മൾ നേരത്തെ വെച്ചില്ല. കോബിൾ സ്റ്റോണും ഇങ്ങനത്തെ വേറെ തരം ഡർട്ട് ഇത് നമുക്ക് കയ്യിലാണ്. പിന്നെ ഓക്വുഡ് പ്ലാങ്ക്സ് എന്നൊക്കെ വേറെ എന്തൊക്കെയാണ് വേണ്ടത്. ക്രാഫ്റ്റിൻ്റെ ഓക്വുഡ് പ്ലാങ്ക്സ് നമ്മൾ 20 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബൗള് പിന്നെ ഞാനൊന്നും ഉണ്ടാക്കണില്ലേ. സ്ലാബാ. കുറേ ചെസ്റ്റുകളൊക്കെ ഉണ്ടാക്കാമല്ലോ. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. കാരണം ചെസ്റ്റിനൊക്കെ ആവശ്യം വരും. 20 എണ്ണം കിട്ടിയിരിക്കുന്നത്. ഡോറൊന്നും എടുത്തേക്കാം, കാരണം ആവശ്യമൊക്കെ വരും. ഇത്ര മതിയില്ലേ. ഈ ഓക്ക് ട്രാക്ടോറിയം എടുക്കാനേ മറന്നുപോയി. നമ്മുടെ എല്ലാ ഓക്ക് പ്ലാങ്ക്സും തീർന്നു തോന്നുന്നു. ഇത് തന്നെ കാണാമല്ലോ, ഒക്കെ തീർന്നു. ബെസ്റ്റ് മച്ചാനെ ബെസ്റ്റ്. നമ്മളെല്ലാം തീർന്നിട്ടുണ്ട്. നമ്മൾ വെറുതെ കണക്ക് കൊടുത്തു. നമുക്കിതൊക്കെ ഒരു ചെസ്റ്റിൽ വയ്ക്കാം. ഈ ചെസ്റ്റ് നമുക്ക് കയ്യിൽ തന്നെ വയ്ക്കാം. ഇതെടുത്തിട്ട് വയ്ക്കാം. ജസ്റ്റ് നമുക്ക് എനിക്ക് അവിടെ പ്ലേസ് ചെയ്യണം. ഇവിടെ പ്ലേസ് ചെയ്യാം. ലാർജ് ചെസ്റ്റ് ഉണ്ടാക്കണം. ഒന്നുകൂടി പോയിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് വരാം. നമുക്ക് സാപ്പിങ് നമുക്ക് കുറച്ചുകൂടി
ഇത് ട്രീയുടെ സീഡാട്ടാ. എനിക്ക് മരം വളർത്താൻ വേണ്ടിയിട്ട് ട്രീൻ്റെ സീഡാണ് ഇത്. ഇപ്പം ഞാൻ വെട്ടിയ മരമില്ലേ, അത് ഞാൻ തന്നെ വളർത്തിയ മരം. ഞാനിതിങ്ങനെ ഈ ഇലയൊക്കെ വെട്ടിയിട്ട് സാപ്ലിങ് എടുത്തു. എൻ്റെ ഒരു സാപ്ലിങ് കിട്ടുന്നില്ലല്ലോ. ഇവിടെ എന്താ അതെ സാപ്ലിങ് അതിൻ്റെ മുണ്ടാക്കി ഇരിക്കുന്നു. ഇനി ഉണ്ടാവും കേട്ടോ. ഇനി കുറേ കൂട്ടിച്ചെടുത്തതല്ലേ. എന്ത് അവിടെ കുറേ വൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈന് എനിക്കിരുന്ന് ഇത് ഓക്ക് സാപ്ലിങ്, ഓക്ക് വുഡ് വരാനുള്ള സാപ്ലിങ്. ഇവിടെ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിന് വളർന്ന് ഇങ്ങനെ ഊരിപ്പോയി. ഇതിനെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പം കാണാം. നമുക്ക് ഇനി ഉണ്ടോയെന്ന് നോക്കിയിട്ട് തരാമല്ലോ. അമ്മേ ബോറടിക്കുന്നു. എനിക്ക് തന്നെ ബോറടിക്കുക തന്നെ ചെയ്തിട്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെറുതെ ചെയ്തിട്ട് ഇപ്പം എന്ത് കോപ്പ് കാണിക്കാൻ. അതും കിട്ടി. അത് മോനിച്ച് അങ്ങോട്ട് പോവല്ലേ, ചേട്ടനെ വെട്ടിക്കുക. ഫുള്ള് ഇതിനകത്ത് കളിച്ചുകൊണ്ട് കൊടുക്കുക. ഇന്നലത്തെ പോലെ തന്നെ വീട്ടിൽ സാധനം. ഇവിടുത്തെ എല്ലാം തീർന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ പോയി കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ഇലകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങോട്ട് ഈ കോപ്പ് സാപ്ലിങ് കൊടുക്കാം. എന്നാൽ നമുക്ക് മരം കൂടെ ഉണ്ടാവും. ചിക്കനൊക്കെ ശബ്ദം കണ്ടല്ലോ. നമുക്ക് ചിക്കൻ ഫാമൊക്കെ സെറ്റ് ചെയ്യണം. സർവൈവൽ സീരീസാണ്. ക്രിയേറ്റീവ് സീരീസ് ഇടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഇടുന്നതായിരിക്കും അല്ലേ. താനോട് കിട്ടി. അത് എടുത്തിട്ടുണ്ട്. 2 സാപ്ലിങ് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 മതി. ഇത്രയും വളർന്നു. എൻ്റെ വീട് ഇപ്പോൾ എവിടെ പോയി? ഓയ് ലൈഫ് ചെറുതായിട്ടൊന്ന് പോയി. നമുക്ക് ഈ എണ്ണം ഇവിടെയും. ഇനിയിപ്പോൾ അടുത്തത് എവിടെ പ്ലേസ് ചെയ്യും? ഇവിടെയുമായിട്ട് പ്ലേസ് ചെയ്യാം. ഇവിടെ വലിയ മരം വളരും. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വല്ല മരം പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടൊക്കെ പൊട്ടി പണ്ടറങ്ങി പോകുന്നു. ഇനി നമുക്ക് അടുത്ത് അത് പോയി ക്രാഫ്റ്റ് ചെയ്യാം. ഓക്വുഡ് പ്ലാന്റ്സ് നമുക്ക് എല്ലാം വേണം. 36 ഓക്വുഡ് പ്ലാന്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം. ഇപ്പോൾ ഓക്വുഡ് സ്റ്റെയർസ് അതൊക്കെ നമുക്ക് പിന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് നമ്മുടെ മെയിൻ താരം വുഡൻ പിക്കേക്സ്. അതിന് സ്റ്റിക്ക് ഉണ്ടാക്കാൻ അടിച്ചു കൊടുക്കട്ടെ. 18 ഉണ്ടാക്കാമല്ലോ. നമുക്ക് എത്ര 4 മതി. പിന്നെ നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ പോവാം. ഇതൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു ആക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ 2 നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിക്കാക്സ് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് മൈനിങ് ചെയ്യാം. തിരിച്ച് മൈനിങ് ആൻഡ് ക്രാഫ്റ്റിംഗ്. ഈ വീഡിയോയിൽ 2 നമ്മൾ ചെയ്തിട്ടുണ്ട്. മൈൻക്രാഫ്റ്റിൻ്റെ 2
സ്പെസിഫിക്കേഷൻ. എനിക്ക് തോന്നിയത് ഇങ്ങനെ നേരെ പോകുന്നു. ഇവിടെ ടോർച്ചെടുത്തിന് എന്ത് മണ്ടത്തരാൻ ഞാൻ കാട്ടിക്കൂട്ടിക്കൊണ്ട് വരും. മണ്ട ഞാൻ തന്നെ കേട്ടാ. ഞാനൊരു മണ്ടവനാണ്. നിങ്ങൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ബോറടിക്കുന്നെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്ക്. 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡൊക്കെ സ്കിപ്പ് ചെയ്തേക്ക്. ലൈറ്റ് 7 നമുക്കിത് ക്രാഫ്റ്റ് ചെയ്യണം. കോളൊക്കെ തരുന്നുണ്ട്. കോളൊക്കെ മൈനിങ് ചെയ്താൽ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. അപ്പം നമുക്ക് എന്തായാലും ഇങ്ങനെ പോവാം. ഇവിടുന്ന് ചത്ത കഴിഞ്ഞാൽ നമ്മൾ റീസ്പോൺ പോയിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. ഇവിടെ നമ്മൾ ഈ പിക്കാക്സൊക്കെ വെച്ചിട്ട് സ്റ്റോൺ കുഴിക്കുമ്പോഴേ ഡെർട്ട് കുഴിക്കണ പോലെ നമ്മളെ കൈ വെച്ചിട്ട് സിമ്പിളായി കുഴിച്ച് തരും. കൈ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരട്ടെ എങ്ങനെ കുഴിക്കുകയെന്ന്. എത്ര നേരം എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൈ എടുത്തു, 1.5 മണിക്കൂർ എടുക്കുന്നത് ഞാൻ എന്തായാലും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ ഓടിക്കും. മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയുണ്ടാവും. നമുക്ക് മൈൻക്രാഫ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മൈൻക്രാഫ്റ്റ് ഉള്ളവരെന്തായാലും കമൻറ്റ് ചെയ്യാം. കോളുണ്ടായിരുന്നു അല്ലേ, കണ്ടില്ലേ? ഞാൻ അറിയാണ്ട് ഇങ്ങനെ കുഴിച്ച് പോയപ്പോൾ കിട്ടിയതാണ്. ഇനി കുറേ മൈനിങ് ചെയ്ത് വേണം. ലാവ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം വാട്ടർ മിക്സ് ചെയ്ത് നമുക്ക് ഒബ്സീഡിയൻ ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു ടൈം മെഷീൻ എന്ന സംഭവമാണ്, അതിൻ്റെ പേര് പറഞ്ഞു നെതർ പോർട്ടലാ തോന്നുന്നു, എനിക്കറിയില്ല കാര്യമായിട്ട്. തോന്നുന്നു അത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഒബ്സീഡിയൻ സ്റ്റോൺ വെച്ചിട്ട്. നമുക്ക് ഇങ്ങനെ കുഴിച്ച് കുറേ പോകണം. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ ആ തരണ്ടത്ത് 19 കോബിൾ സ്റ്റോൺ കിട്ടിക്കണം. എന്താ ഗ്രാവൽ എന്തോ സംഭവം. ഇതാണ് നമ്മുടെ ഇതിൻ്റെയും പണി ഏകദേശം തീരാറായിട്ടുണ്ട്. പിക്കാക്സിൻ്റെ പണി എന്താ മെല്ലെ നടക്കണം. ഞാനറിയാണ്ട് ഒരു സംഭവം ഞെക്കി പിടിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് മോഡ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഗൺ മോഡാണ് ഞാൻ പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത്. നോക്കിയിട്ടില്ല, പക്ഷെ അതാണ് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ എൻ്റെ ആഗ്രഹം. ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് സോംബീസൊക്കെ വരുമ്പോൾ ഗണ്ണ് ചൂടിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഹാൻ മച്ചാൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഗണ്ണ്. അത് മോഡ് ചെയ്തതാണ്. അവിടെ ചോദിക്കണം പ്രാവശ്യം പോകുമ്പോൾ കൂടി. ഇവിടെയും കുഴിച്ചു, ഇവിടെയും കുഴിച്ചു, ഇവിടെയും കുഴിച്ചു, ഇവിടെയും കുഴിച്ചു. ഇവിടെയും കൂടെ നോക്കട്ടെ. യെസ്. അമ്മേ ഇത് കൊതുടിക്കുന്നു. ഇവിടെ ഒഴിച്ചു, ഇവിടെ ഒഴിച്ചു, ഇവിടെ ഒഴിച്ചു, ഇവിടെ ഒഴിച്ചു, ഇനി ഇവിടെ. ഇങ്ങനെ മൈനിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൈനിങ് ചെയ്യുക ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു കയറും വളരെ പാടായിരിക്കും. കുറേ നേരം എടുക്കും. സർവൈവലാച്ച പ്രത്യേകിച്ച് കുറേ നേരം എടുക്കും. പിന്നെ അവിടെ എത്തുമ്പോൾ രാത്രിയാണെങ്കിൽ സോംബീസും തിന്നും. നമ്മൾ ഗോൾഡൊക്കെ കണ്ടുപിടിച്ചിട്ട് കാരണം വെച്ചാൽ ഒക്കെ പോകും. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് മൈനിങ് ചെയ്യണുള്ളൂ. സീനാക്കാൻ നിൽക്കണ്ട. ഇവിടെയൊക്കെ ലാമ്പ് വെക്കട്ടെ. ഇതൊക്കെ അല്ലേ, ഇത് പൊളിക്കാൻ ഒരു 1/2 മണിക്കൂർ എടുക്കും. ഇതിൻ്റെ പണി ഇപ്പോൾ തീരും. ഈ സാധനത്തിൻ്റെ പണി, പിക്കാക്കിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിക്കാക്കിൻ്റെ പണി പൊട്ടി, അതും പൊട്ടി. ജസ്റ്റ് ഇനിയിപ്പോൾ ഒന്നുമില്ല. നമുക്കിനി അടുത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ പോകാം. അതും മരം മുറിക്കുള്ളതാണ്. അത് സാരമില്ല.
നമുക്ക് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാട്ടാ. എനിക്ക് തോന്നുന്നു അങ്ങനെ പറ്റാം. ഒരു അരമണിക്കൂർ എടുക്കും കയ്യിനെക്കാട്ടിലും കൂടുതൽ സ്റ്റോൺ കുഴിക്കുമ്പോൾ. പിക്കാക്സ് ആണ് ഇതിനൊക്കെ പറ്റുക, അതുകൊണ്ട് എപ്പോഴും പിക്കാക്സ് എടുക്കുന്നത്. അതൊക്കെ ലാമ്പിട്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈറ്റ് ടോർച്ച് ടോർച്ചിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ സോംബീസ് സ്പോണാകാൻ ചാൻസ് കൂടുതലുണ്ട് നമുക്ക് കണ്ണു കാണില്ല മൈൻ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഞാൻ ടോർച്ച് എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഡോറത്തി ഓക്ക് ഡോറേ കിട്ടിയുള്ളൂ കേട്ടോ. നോക്കിയേ, ഡാർക്ക് ഓക്ക് ഡോറൊന്നും ഇല്ല. ഹോ ഉണ്ട്. നമുക്ക് കുറച്ച് ആനിമൽസിനെ ഇനി കണ്ടുപിടിക്കാൻ പോവാം. മൈനയൊക്കെ നമുക്ക് നിർത്തി വയ്ക്കാം, പരിപാടിയൊക്കെ നിർത്തി വയ്ക്കാം. ഒരു മിനിറ്റ് ഒക്കെ ടെസ്റ്റ് എടുത്ത് വയ്ക്കില്ല. ആവശ്യമില്ല ഒക്കെ ഇവിടെ 28 ഇതൊക്കെ ഇതിനുള്ളിൽ കയറ്റി വയ്ക്കാം. ഫ്ലിൻ്റ് രാത്രിയായ ഇതെന്താ അത്? നമ്മൾ പുറത്ത് കയറുമ്പോൾ അപ്പം രാത്രി അച്ഛൻ കത്തിച്ചു വിടുന്നത്. രാവിലെയായി. ഇപ്പം എവിടെ പുറത്തേക്ക് പോവാണ് ഉള്ളത്? അതോ ഇത് നമ്മുടെ മരം കറൊക്കെ വളർന്ന കോപ്പ് വളർന്നിട്ടുണ്ട്. ഇവിടെ ചിക്കൻ്റെ സ്ഥലം നമുക്കൊന്ന് പണിതാലോ? ഡർട്ട് വെച്ച് പണിയണം ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ വീടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അവസ്ഥ വന്നു. ചിക്കൻ ഫാം നമുക്ക് പണിയണം. നമ്മുടെ വീടിനുള്ളിൽ തന്നെ ആയിക്കോട്ടെ. എന്നാൽ ശരിക്കും അങ്ങനെ ആവണ്ട, പക്ഷേ ആയിക്കോട്ടെ, കാരണമില്ല. നമുക്ക് ഈ വഴി തൽക്കാലം കുഴിച്ച് പോവാം. അരമണിക്കൂർ എടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നുമില്ല. തൽക്കാലം നമ്മുടെ വീട്ടിൽ ചിക്കൻസിനിടാം. അതിൻ്റെ വീറ്റ് കിട്ടണം. വീറ്റ് എടുക്കാൻ നമുക്ക് പുല്ലൊക്കെ കിട്ടണം. വീറ്റിൻ്റെ സീഡ്സ് വേണം. നമുക്ക് പുല്ലിങ്ങനെ ഇങ്ങനെ വെട്ടി പോകാം. ഒരു സാധനം കിട്ടുന്നില്ലല്ലോ. എത്ര പൊട്ടിച്ച് വേണം? ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്നും പോരാ, ആൾക്ക് കൊടുക്കും ചെയ്യണേ. അല്ലെങ്കിൽ നമ്മുടെ അങ്ങോട്ട് താവില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് എടുക്കാം. ഇവിടുത്തെ എല്ലാ പുല്ലും നമ്മൾ വെട്ടി വാരി അപ്പുറത്തെ പറമ്പിലുണ്ടാകും. യെസ്, 2 എണ്ണം കിട്ടി. എനിക്കിപ്പം തന്നെ കുറച്ച് പേരെ കൊണ്ടില്ല. ഒരു 3 എണ്ണം വയ്ക്കാം. ഒന്ന് കിട്ടിയിട്ടുണ്ട്. എടുത്തിട്ടില്ല. പിന്നെ കിട്ടിക്കോട്ടെ, വേണം. നിങ്ങൾക്ക് വെറുതെ ബോർഡില്ല. 4 നോടെ നമുക്ക് പോവാം. നമ്മുടെ ചിക്കൻസിനൊക്കെ തിരഞ്ഞു പോവാം. നമുക്ക് അവരെ വല്ലതും കണ്ട ഈ പിക്കിനെ വെയിറ്റ് ചെയ്യണം. ഇങ്ങോട്ട് നോക്കടാ. പിക്കിനെ ഇത് കഴിക്കുമോ എനിക്കറിയില്ല കേട്ടോ. വീറ്റല്ലല്ലോ, ഉമ്മയൊക്കെ വീറ്റ കഴിക്കുക. നമ്മൾക്കൊന്നും ഇഷ്ടമല്ല. അത് വീറ്റിൻ്റെ സീഡ്സ്. ഇതിപ്പോൾ എന്തായി വെള്ളത്തിൽ വീണു. ഇതിൻ്റെ ഉള്ളിലെന്താ അങ്ങനത്തെ കളറിട്ട് മറ്റേ തരം നമ്മുടെ വീടവിടെ വെച്ച് കാണാണ്ട് പോയി. ഇവിടെ നേരത്തെ നമ്മൾ ചിക്കനെ കണ്ടതാണ്, അതും പോയി. വാട്ട് ഈസ് ദിസ് ഗൈസ്? നമുക്ക് ഈ സംഭവം ലീഡ് എടുത്തിട്ട് പോവാം. ഈ കൗവിനെ കൊള്ളൂ. കൗമോനിച്ച് നിൽക്ക് ലീഷ് വട്ടം വന്നപ്പോഴേക്ക് ഈ ചങ്ങായി അവിടെ നിന്ന് ഓടിപ്പോയി. ഇങ്ങോട്ട് എൻ്റെ ഒപ്പം വാ. ഒപ്പം വരും. ഈ സംഭവം ലീഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ ക്രാഫ്റ്റ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡറിനെയൊക്കെ കൊന്നാൻ കിട്ടിയ സംഭവം. അത് വെച്ചിട്ട് നമുക്ക് ആനിമൽസിനൊക്കെ നമ്മുടെ കൂടെ വിളിച്ചുകൊണ്ട്
ഇങ്ങോട്ട് കയറി മോനിച്ച്. ആ കറക്റ്റ് വഴി വീട്ടിക്ക് ഇങ്ങോട്ട് കയറിക്കോ, ധൈര്യമായിട്ട് കയറിക്കോടാ. ആ കുട്ടാ, എടാ കുട്ടാ, ഇങ്ങോട്ട് വാടാ കുട്ടാ. ഈ ചെങ്ങായി അവിടെ പോയി. ഇങ്ങോട്ട് വാടാ, കയറടാ, ഇങ്ങോട്ട് കയറടോ, അടച്ചു. ഇനി അൺലീഷ് ചെയ്യട്ടെ. മോനിച്ച് ഇങ്ങോട്ട് വാ കുട്ട, ഇങ്ങോട്ട് വാ. ഒരു സെക്കൻഡ്, ഇനി എൻ്റെ ചെസ്റ്റിലേക്ക് പോയിട്ട്. ഓ ഷിറ്റ്, നീ ഫ്രീ ആടാ കുട്ട. എനിക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ പോവാം. പുറത്തേക്ക് പോയിരുന്നു. ഒരു ഡോർ എനിക്ക് ആവശ്യമുണ്ട്. 3 ഡോറുണ്ട്. ഒരു ഡോർ എനിക്ക് ആവശ്യമുണ്ട്. ഇതിനൊരു സ്ഥലത്ത് കൂട്ടിടാനേ, ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഫുള്ള് നടക്കും. ഇവിടെ ഒരു ഡോർ വയ്ക്കാം. മോനിസ് അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോയിക്കോടാ. അങ്ങോട്ട് പോയി നോക്കടാ. ലീഷ്, ഞാൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാടാ കുട്ട, അങ്ങോട്ട് വന്ന് നോക്കടാ. ബാ, ഇങ്ങോട്ട് വാടാ കുട്ട. ഇവനെ അൺലീഷ് ചെയ്യാം. അങ്ങനെ ഒരു ഷീപ്പ് കൗ. ഈ ലീഡ് അൺലീഷ് ചെയ്യാൻ പറ്റരുത്. അൺലീഷ് ഇങ്ങോട്ട് വരണേ. നീ ഇങ്ങോട്ട് വാടാ. ഇവനെ ഇങ്ങോട്ട് കയറില്ല കേട്ടോ. അങ്ങോട്ട് പോടാ. ഒരു തത്ത കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഫുള്ള് ഫ്രീയാ. നേരത്തെ ഒരു പട്ടിനുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ ബോ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്തല്ലേ. എന്താണ് കുട്ടാ, എന്താ വേണ്ടത്? എനിക്ക് സീഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് പ്ലാന്റ് ചെയ്യാം. ഫസ്റ്റ് ഹോൻ്റെ ആവശ്യമുണ്ട്. ഹോ ആ ഹോ കിട്ടി. വുഡൻ ഹോ. നമുക്ക് വുഡൻ ഹോൾ ഇട്ടിട്ട് നേരെ കൃഷി എവിടെ ചെയ്യും? ഏകദേശം നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് എനിക്ക് കുറച്ച് ഡെർട്ട് വേണം. കുറേ ഡെർട്ട് വേണം. കുറേയൊന്നുമില്ല, അത്യാവശ്യം. നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഇടാനേ. ഫസ്റ്റ് തൽക്കാലം വെള്ളം ഇടാമെന്നു. എടുക്കട്ടെ. ഈ സ്ഥലത്ത് എന്താണോ ജോലീസൊന്നുമല്ല, അവർ രാവിലെ ഇറങ്ങി അവരെപ്പോഴും കത്തി നശിച്ചു. ഡെർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 20 ഏകദേശം ആയി നിർത്താം. ഏകദേശം 20, 18, 19, 20 മതി. കളക്ട് മതി. നമ്മുടെ ഇവിടെയാണ് ഞാൻ ഏകദേശം ഇത് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ചിങ്ങോട്ട് സ്പേസ് വേണം. നമുക്ക് ഏകദേശം എത്ര മതി? 26 ഡെർട്ട് കിട്ടി. 29, 30 ഡെർട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ഇത് വേറെ രീതിയിലാണ് പ്ലാൻ ചെയ്യുക. ഇത് കണ്ട ഇങ്ങനെ പ്ലാൻ ചെയ്യുക. നിർത്തണം. അപ്പം ചെറിയ വീഡിയോ ആണ് കേട്ടോ, നിർത്തിയാലോ? അന്നേരം ഒരു മിനിറ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് അതിനപ്പ് ചെയ്യാം. 7:45 കിട്ടുന്നു രാത്രി. നമ്മുടെ സീഡ്സും കാണൊക്കെ തീർന്നു. എന്നാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ അമ്മച്ചന്മാർക്കും ബൈ.